പുഷ്പ 2 റിലീസ് ദിവസം ആരാധകർക്ക് ആഘോഷമാണ്. എന്നാൽ അതിനോടൊപ്പം ചില അനിഷ്ട സംഭവങ്ങളും നടന്നിട്ടുണ്ട്. പുഷ്പ 2 റിലീസിനിടെ സ്ക്രീന് അരികിലെത്തി തീപ്പന്തം കത്തിച്ചെന്ന പേരിൽ 4 പേർ പിടിയിലായി. ബംഗളൂരുവിലെ ഊർവശി തിയേറ്ററിൽ ഇന്നലെ രാത്രി ഷോയ്ക്കിടെയാണ് സംഭവം നടന്നത്. സ്ക്രീനിൽ പുഷ്പയായുള്ള അല്ലുവിന്റെ വരവ് കണ്ട് ആവേശം കൂടിയ ആരാധകർ സ്ക്രീനിന് മുന്നിലേക്ക് കയ്യിൽ കരുതിയ തീപ്പന്തം കത്തിച്ചുകൊണ്ട് എത്തുകയായിരുന്നു. തിയേറ്ററിൽ ഉണ്ടായിരുന്ന മറ്റാളുകളുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് വലിയ അപകടം ഒഴിവായി. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതേപോലെ പുഷ്പ 2വിന്റെ പ്രീമിയർ ഷോയ്ക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ഒരു സ്ത്രീ മരണപ്പെടുകയും ചെയ്തു. അല്ലു അർജുനും സംവിധായകൻ സുകുമാറും രാത്രി 11 മണിക്കുള്ള പ്രീമിയർ കാണാൻ എത്തുമെന്ന് അവസാന നിമിഷമാണ് വിവരം ലഭിച്ചത്. അല്ലു അർജുനെ കാണാൻ തിയേറ്റർ പരിസരത്തെത്തിയ ആരാധക കൂട്ടം കാരണം വലിയ ഉന്തും തള്ളും ഉണ്ടായി. പിന്നാലെ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തി വീശുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടാണ് രേവതി മരിച്ചതും. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകും മുന്നേ തന്നെ പുഷ്പ 2 റിലീസിന് എതിരെ സരരാപു ശ്രീശൈലം എന്ന വ്യക്തി അല്ലു അർജുന്റെ പുഷ്പ 2 സിനിമയുടെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട തെലങ്കാന ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ചന്ദനക്കടത്തും അക്രമവും മഹത്വൽക്കരിക്കപ്പെടുന്നുവെന്നും യുവാക്കളെ വഴിതെറ്റിക്കുമെന്നും ആരോപിച്ചാണ് ഹർജി നൽകിയിരുന്നത്. എന്നാൽ ഈ വ്യക്തി നൽകിയ ഹർജി തെലങ്കാന ഹൈക്കോടതി തള്ളി. സിനിമയുടെ റിലീസിന് 3 ദിവസം മുൻപ് സമർപ്പിച്ച ഹർജിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച കോടതി ഹർജിക്കാരനെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. കോടതിയുടെ സമയം ദുരുപയോഗം ചെയ്യുന്നത് വെച്ചുപൊറുപ്പിക്കാനാകില്ലെന്ന് മുന്നറിയിപ്പും നൽകി. വ്യക്തമായ തെളിവുകൾ ഇല്ലാതെയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയും വിമർശിച്ചു. പുഷ്പ 2 റിലീസുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ പ്രശ്നമാണ് ഉണ്ടായിരിക്കുന്നത്. അതെ, ആരാധനയാവാം, പക്ഷെ അതൊരിക്കലും അപകടത്തിലേക്ക് നയിക്കുന്ന ഒന്നായി മാറരുത്.